ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു BDF ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു വെച്ചാണ് ബീഫ്. അപ്പോൾ ഈ ബീഫ് ഒന്ന് നമുക്ക് ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു ചട്ടിയിലാണ് വേവിക്കുന്നത്, കുക്കറിലല്ല. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് ഇതാണ് ചട്ടിയിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പാകത്തിന് ഉപ്പ്. ശരിക്കും നമുക്കൊരു പാകം ഉണ്ടല്ലോ, അളവിനെടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പേട്ട് വയ്ക്കാം. ചട്ടിയിലായതുകൊണ്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുക്കറിലാണെങ്കിൽ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം മതി. അപ്പം നമുക്കിത് അടപ്പയിൽ വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10% കുറച്ച് വേവ് മതി, ഒരു 90% വേവ് മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒന്ന് വേവ് വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും കുറച്ചേ നമുക്കിത് വെന്ത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തീ കിടക്കും. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് കട്ട് ചെയ്തെടുക്കണത് നീളത്തിലായിരിക്കണം. ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം, നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ എടുത്തു. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട്, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, ഗരം മസാല ഒരു 1/2 സ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചതച്ച മുളക് കുറച്ച് മതി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ഒരു 1/2 മുറി നാരങ്ങാ നീര്, ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടി പേസ്റ്റ് ഒരു 1.5 സ്പൂൺ ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പില ഇച്ചി കീറിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇച്ചിരി മതി മഞ്ഞൾപ്പൊടി, നമ്മൾ ആവശ്യത്തിന് ചേർത്തേക്കണമാണ്, എന്നാലും ഇത് ലേശം കൂടി. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആ ബീഫ് വേവിച്ചതിൻ്റെ കുറച്ച് ചാറ് ബാലൻസ് വന്നിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോന്നെടുത്ത് പൊടിഞ്ഞു പോകാതെ മുക്കി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. ഇത് പുരട്ടി വെച്ചു. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം അത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് ഇനി നമുക്ക് വറുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ തീ കത്തിക്കുക. പാനടപ്പ് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഞാൻ ഏതാണ്ട് 1/2 കിലോ ഇറച്ചി മേടിച്ചിട്ട് എനിക്ക് അതിനകത്ത് എല്ലാം ചീത്തയൊക്കെ കളഞ്ഞിട്ട് കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് കിട്ടിയുള്ളൂ. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിനകത്ത് മുഴുവൻ വെള്ളമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോഴേ വൈകുന്നേരം നമുക്ക് ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ ചായക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ പൊറോട്ടയുടെ കൂടെ തിന്നാൻ നല്ലതാണ്. പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള എടുത്താൽ നല്ല ടേസ്റ്റുള്ള സാധനം ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നെടുത്തിട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണ്ട, ഇത് മുരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്രയും വേവിച്ചൊക്കെ റെഡിയാക്കി എടുക്കണ കാരണം ഒരു 6 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. പിന്നെ നമുക്ക് കോരിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് കോരിയിടാം. മൂത്തിട്ടുണ്ട്. നമുക്കിത്
ഇപ്പൊ എന്റെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.